കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഭാഗവതത്തിൻ്റെ ഏകശ്ലോകി ഭാഗവതം, അതായത് ഭാഗവതം മുഴുവൻ വായിക്കാൻ കഴിയാത്തവർക്കായി, നിത്യവും പാരായണം ചെയ്യാൻ കഴിയാത്തവർക്കായി ഏകശ്ലോകി ഭാഗവതം ജപിച്ചാലും മതി എന്നുള്ളതാണ്. ഭാഗവതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വേദവ്യാസൻ രചിച്ച, അതായത് 12 സ്കന്ധവും 335 അധ്യായവും 18,000 ശ്ലോകങ്ങളുമുള്ള ഏറ്റവും ഭക്തി നിർഭരമായ, അതായത് ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പല ചരിതങ്ങൾ ഉൾപ്പെട്ട ഏറ്റവും ഭക്തി നിർഭരമായ ഒരു മഹത് ഗ്രന്ഥമാണ് മഹാഭാഗവതം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രപഞ്ചശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വംശാവലി, ഭൂമിശാസ്ത്രം, ഇതിഹാസം, സംഗീതം, നൃത്തം, യോഗ, സംസ്കാരം ഇവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് ഈ മഹാഗ്രന്ഥത്തിൽ. ഇത് രചിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് കേൾക്കുന്നത്, അതായത് 4 വേദങ്ങളും രചിച്ചു, അതുപോലെ മഹാഭാരതം രചിച്ചു. അപ്പോഴൊന്നും വ്യാസന് ഒരു തൃപ്തി അടഞ്ഞില്ല. അത് നാരദമുനിയുമായിട്ട് സംസാരിച്ചപ്പോൾ നാരദമുനി പറഞ്ഞതാണ്, ഭഗവത് സ്വരൂപം മുഴുവൻ അടങ്ങുന്ന, വ്യക്തമാക്കുന്ന ഒരു കൃതി രചിച്ച് സമർപ്പിക്കാൻ. അത് അദ്ദേഹം അതായത് രചിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലാണ്, സമാധിയിലിരുന്നിട്ടാണ് ഭാഗവതം പൂർത്തിയാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം രചിച്ചതിന് ശേഷം മകനായ ശുഗമുനിക്ക് പറഞ്ഞു കൊടുത്തു. ശുഗമുനിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ ശുഗമുനി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് പരീക്ഷത്തിന് ശാപം ഒക്കെ വന്ന് തക്ഷകൻ്റെ ദംശനത്തിൽ മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ശുഗമുനി ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ പരീക്ഷിത്ത് മാത്രമല്ല അത് കേൾക്കുന്നത്, ഒരു സൂതനും കേട്ടു. ആ സൂതനും കേട്ടു. അതങ്ങനെ കഴിഞ്ഞു. കാലം കുറേ കഴിഞ്ഞപ്പോൾ ശൗനകാദി മുനിമാർ നൈമിഷികാരണ്യത്തിൽ സ്വർഗലോകം കാക്ഷിച്ച് ഒരു യജ്ഞം ആരംഭിച്ചു. ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് സൂതൻ അവിടെ എത്തി. സൂതനാണ്, അതായത് ഇതറിയപ്പെട്ടു. ശുഗമുനിയുടെ സമയം, ശുഗമുനിയും പരീക്ഷത്തിന് പകർന്നു കൊടുത്ത സമയത്ത് ആ സൂതനും കേട്ടു എന്നുള്ളത് മറ്റുള്ളവർക്കെല്ലാം അറിയപ്പെട്ടു. അങ്ങനെ അറിയുന്ന സമയത്ത് സൂതനയോട് ആ കഥ പറഞ്ഞു തരാൻ പറയുകയാണ്. അങ്ങനെ ശൗനകാദി മുനിമാർക്ക് ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആ സൂതൻ ചെയ്തത്. ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. അത് 7 ദിവസമാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. അത് കാരണം 7 ദിവസം മനനം ചെയ്താൽ അത്രയും പുണ്യമാണ് ഭാഗവതം എന്നാണ് പണ്ടുള്ള എല്ലാവരും പറയുന്നത്. അത് കാരണമാണ് ഈ ഭാഗവത സപ്താഹം നടത്തുന്നത്, 7 ദിവസത്തെ. അപ്പോൾ അതിൽ നമുക്ക് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ സത്തായ ഏകശ്ലോകി ആ ഭാഗവതം നമുക്ക് ചൊല്ലി കേൾക്കാം. അതിങ്ങനെയാണ്: ആദൗ ദേവകീ ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതനജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിമനനം കുന്ദീസുതാപാലനം ഏവം ഭാഗവതം പുരാണകഥനം ശ്രീകൃഷ്ണലീലാമൃതം. ഇത്രയാണ് ആ ഏകശ്ലോകി ഭാഗവതം. ഇത്
ദൈനംദിന ജീവിതത്തിൽ പകർത്തി നിത്യവും ചെല്ലാൻ കഴിഞ്ഞാൽ ഒരു ഭാഗവതം ഒരു ദിവസം വായിച്ച ആ പുണ്യമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുക.